So hi guys, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ വീഡിയോയിൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കാണുന്ന സൈനപ്പ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. as you can see here, we can just type those things. ഇമെയിലും കൊടുക്കാം, പാസ്വേഡ് കൊടുക്കാം, എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ആൻഡ് സബ്മിറ്റ് ഫോം എന്ന് പറഞ്ഞത് കൊടുത്തേ സബ്മിറ്റ് ആയി കഴിഞ്ഞു. സോ സബ്മിറ്റ് ആവണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻസ്പെക്റ്റിൽ പോയി കഴിഞ്ഞാൽ, കൺസോളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാം ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ എല്ലാ ഇൻപുട്ടുകളും ഇവിടെ കൺസോൾ ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇൻ ദിസ് വീഡിയോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊന്ന് സൈഡിക്കാക്കട്ടെ. സോ ഇൻ ദിസ് വീഡിയോ നമ്മളിന്ന് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നെയിം നമ്മൾ കൊടുക്കുന്നുണ്ട്, സംതിങ് കൊടുക്കുന്നുണ്ട്, ബട്ട് ഇതിനൊരു ലിമിറ്റ് ഇല്ല. ഇത് ലിമിറ്റ് ചെയ്യിക്കണം, ഓവറായി പോകാൻ പാടില്ല. ആൻഡ് സെക്കൻഡ് നെയിമിനായാലും ലിമിറ്റ് ഇല്ല, നമുക്കങ്ങനെ ലിമിറ്റ് കൊടുക്കണം. അതുപോലെ യൂസർ നെയിമിനാണെങ്കിൽ ഒരു ലിമിറ്റ് കൊടുക്കണം. ഇമെയിലിനാണെങ്കിൽ വാലിഡേറ്റ് ചെയ്യണം, വെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. സോ ഇമെയിൽ വാലിഡേഷൻ നടത്തണം. പാസ്വേഡ് നമുക്ക് ഇവിടെ ഒരു പാസ്വേഡും അപ്പുറത്ത് വേറൊരു പാസ്വേഡും നമുക്ക് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അത് നമുക്ക് നടത്താൻ പറ്റില്ല. സോ ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് യൂസർ നെയിം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് യൂസർ നെയിം ആസ് വെൽ ആസ് ദ ഇമെയിൽ, ഇത് നമ്മുടെ ബാക്ക് എൻഡിൽ ഓൾറെഡി ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. സോ ആസ് വി ഓൾ നോ, നമുക്ക് MongoDB ആയിരിക്കും നമ്മുടെ ബാക്ക് എൻഡ്. സോ MongoDBയിലായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്ക് എൻഡിൽ ഓൾറെഡി അതുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. സോ ഞാനത് ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് കാണുന്നുണ്ട്. സോ ആസ് വി ഓൾ നോ, യൂസർ എന്നുള്ള ഒരു ഇതിലാണ് നമ്മളിപ്പോൾ സേവ് ചെയ്യുന്നത് എല്ലാതും. സോ ഇവിടെ ആകെ ഒരു യൂസർ നെയിം മാത്രമേ ഉള്ളൂ. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യും വേണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഓൾറെഡി നമുക്ക് റിക്വയർഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഒരു കാര്യം കൂടി കാണിച്ചു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഫസ്റ്റ് എന്നുള്ളത് സ്മോൾ ലെറ്ററിലും പിന്നെ നെയിം എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററിലും ആണ്. സോ അത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കത് ഫിക്സ് ചെയ്യേണ്ടി വരും. സോ അത് ഫിക്സ് ചെയ്യാണ്ട്, ഫസ്റ്റ് തിങ് നമുക്ക് ഫസ്റ്റ് നെയിമിന് നോക്കാം. അതിനൊരു മിനിമം സൈസ് കൊടുക്കാം. സോ മിനിമം സൈസ് എന്നുള്ളത് ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നെയിമിൻ്റെ മിനിമം സൈസ് എന്നുള്ളത് min of എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ ആ യൂസർ ഫോം എന്നുള്ള സ്കീമയിലാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. സോ ഞാൻ ഇവിടെ മിനിമം സൈസ് എന്നുള്ളത് 3 ആണെന്ന് പറഞ്ഞു. 3, നമുക്ക് എന്താണ് നമുക്ക് അവിടെ പ്രിൻറ്റ് ചെയ്യേണ്ടത്, ലൈക്ക് അതിനേക്കാട്ടി താഴെ വരുമ്പോൾ എറർ വരുമ്പോൾ എന്താണ് പ്രിൻറ്റ് ചെയ്യേണ്ടത് നമുക്ക് കൊടുക്കാം. മിനിമം 3 ക്യാരക്ടേഴ്സ്. സോ ഇപ്പോൾ ഞാൻ മിനിമം 3 ക്യാരക്ടേഴ്സ് എന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കുകയാണ്. സോ ഇവിടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താണെന്ന് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 1 അമർത്തി കഴിഞ്ഞാൽ മിനിമം 3 ക്യാരക്ടേഴ്സ് എന്നുള്ള ഒരു സംഭവം നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ബട്ട് ഇവിടെയൊന്നുമില്ല, ഫീൽഡ് റിക്വയർഡ് എന്നാണ് വരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ 1 അമർത്തി ആ ഒരു പ്രശ്നമില്ല എന്നുള്ള പോലെ കാണിക്കണേ. ബട്ട് നമുക്കിവിടെ മിനിമം കൊടുത്ത കാരണം കൊണ്ട് തന്നെ നമുക്ക് മിനിമം 3 ക്യാരക്ടേഴ്സ് വേണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാക്സും കൊടുക്കാം. സോ മാക്സ് എന്നുള്ള രീതിയിൽ ബ്രാക്കറ്റിൽ നിന്ന് കൊടുക്കാം. മാക്സിമം ആയിട്ടുള്ള ഫസ്റ്റ് നെയിം ക്യാരക്ടേഴ്സ് എന്നുള്ളത് നമുക്കൊരു 16 ക്യാരക്ടേഴ്സ് കൊടുക്കാം. സോ നമ്മുടെ ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് മാക്സിമം 16 ക്യാരക്ടേഴ്സ്. സോ മാക്സിമം 16 ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ 1 അമർത്തി പോയാൽ ഇവിടെ എറർ കാണിച്ച് തന്നു. ഓക്കെ, മാക്സിമം 16 ക്യാരക്ടേഴ്സേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് എറർ കാണിച്ച് തന്നു. ഇനി നമുക്ക് റിക്വയർഡിൻ്റെ നമുക്കൊരു എറർ കൊടുക്കാം. ലൈക്ക് ഫസ്റ്റ് നെയിം എന്നുള്ളത് നമുക്കറിയാം, ലൈക്ക് ഒരു ഫസ്റ്റ് നെയിമിൻ്റെ F എന്നുള്ളത് നമുക്ക് അത് സ്മോൾ ലെറ്ററിലാണ് തുടങ്ങുന്നത്, ക്യാമൽ കേസ് ആണ്. സോ അത് നമുക്ക് മാറ്റാം. ഫസ്റ്റ് നെയിം ഈസ് എ റിക്വയർഡ് field. So when we say, and if I refresh this whole thing and if I submit the form, you can see first name is a required field എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടി. സോ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ലാസ്റ്റ് നെയിമും യൂസർ നെയിമും ഇമെയിലും പാസ്വേഡും കൺഫേം പാസ്വേഡും എല്ലാം ഇതേപോലെ തന്നെ ആക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ആ തെറ്റം തൊട്ടിട്ട് ഈ തെറ്റം വരെ ഞാൻ കോപ്പി ചെയ്യാണ്. സോ ഞാനിപ്പോൾ കാണിച്ചു തന്നതുകൊണ്ട് ഞാനിതിപ്പോൾ ഇതിന് ഞാൻ മിനിമൈസ് ചെയ്യാം. So let's focus on here. Then so ഞാൻ ഈ പാനലൊക്കെ താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്, നമുക്കിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. സോ ഞാനിവിടെ ആദ്യം ഈ റിക്വയർഡ് എന്നുള്ളത്, ഇതിലുള്ള എല്ലാ റിക്വയർഡും എന്നുള്ളത് ഞാൻ മാറ്റാൻ പോവാണ്. ഓക്കെ,
ഇപ്പോൾ ഞാൻ എല്ലാ റിക്വയർഡ് എന്നുള്ളത് ഞാൻ ഇങ്ങനെ മാറ്റി. സോ ലാസ്റ്റ് നെയിമിനും മിനിമം 3 ക്യാരക്ടേഴ്സ് വേണം. ഓർ എൽസ് ലൈക്ക് ലാസ്റ്റ് നെയിം നമുക്ക് മിനിമം 3 ക്യാരക്ടേഴ്സ് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ചിലവരുടെ വി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ജോൺ ഡി അല്ലെങ്കിൽ മരിയ ടി എന്നുള്ള പോലെ വെക്കാൻ ചാൻസ് ഉണ്ട്. സോ കാരണം കൊണ്ട് നമുക്ക് മിനിമം ക്യാരക്ടേഴ്സ് വെക്കേണ്ട ആവശ്യമില്ല. മിനിമം നമുക്ക് വേണമെങ്കിൽ 0 തന്നെ കൊടുക്കാം. ആൻഡ് വി ഡോണ്ട് വാണ്ട് ടു ഹാവ് ലൈക്ക് എ റിക്വയർഡ് ഫീൽഡ് ഓൾസോ. സോ റിക്വയർഡ് ഫീൽഡ് അല്ല എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കുകയും ചെയ്യാം. ആ ഒരു ലാസ്റ്റ് നെയിം എന്നുള്ള ഒരു സംഭവം 0 ക്യാരക്ടേഴ്സാണ്. പക്ഷേ മാക്സിമം എന്നുള്ളത് നമുക്ക് കുറച്ച് കൂടി കൊടുക്കാം. സോ മിനിമം എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കളയാം. സോ ഓൺലി മാക്സിമം ഓഫ് 16 ക്യാരക്ടേഴ്സ് ഈസ് റിക്വയർഡ് എന്നുള്ള രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഫോർ ദ ലാസ്റ്റ് നെയിം. ആൻഡ് ദ യൂസർ നെയിം എപ്പോഴും നമുക്ക് എന്തായാലും വേണം. സോ യൂസർ നെയിം എന്തായാലും ഞാൻ പറയുകയാണെങ്കിൽ 4 ക്യാരക്ടേഴ്സ് കൊടുക്കാം. യൂസർ നെയിം മിനിമം മാക്സിമം 16 ക്യാരക്ടേഴ്സ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതൊരു 20 എന്നുള്ള രീതിയിൽ കൊടുക്കാം. 20 ക്യാരക്ടേഴ്സ് ഓഫ് യൂസർ നെയിം എന്നുള്ള രീതിയിൽ കൊടുക്കാം. സോ അത് കഴിഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് എ റിക്വയർഡ് ഫീൽഡ്. സോ യൂസർ നെയിം ഈസ് റിക്വയർഡ് എന്നുള്ള രീതിയിൽ കൊടുക്കാം. യൂസർ നെയിം ഈസ് റിക്വയർഡ് ഫീൽഡ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തു. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് ഇമെയിൽ. ഇമെയിലിന് മിനിമം മാക്സിമം എന്നുള്ള പോലെ കൊടുക്കണ്ട, ബട്ട് ഇറ്റ് ഈസ് എ റിക്വയർഡ് ഫീൽഡാണ്. ആൻഡ് ദെൻ നമുക്കിത് ഇമെയിൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ഞാനിവിടെ .email എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഇമെയിൽ ആണോ എന്നുള്ള രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവാലിഡ് ഇമെയിൽ ഫോമാറ്റ് എന്നുള്ള രീതിയിൽ കൊടുത്താൽ ഫോർമാറ്റ് ഇൻവാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ആണെങ്കിൽ ഇൻവാലിഡ് ഇമെയിൽ ഫോമാറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. സോ ഇതെന്താണ് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു വെബിൽ നമ്മളിപ്പോൾ ഇമെയിൽ ആണെങ്കിൽ ഞാനിപ്പോൾ റീഫ്രഷ് ചെയ്യാം. സോ ഫസ്റ്റ് നെയിം ഈസ് റിക്വയർഡ് എന്നുള്ള രീതിയിൽ വന്നു. പക്ഷേ ലാസ്റ്റ് നെയിം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ലുക്സ് ഗുഡ് എന്നുള്ള രീതിയിൽ തന്നെ വന്നേ. യൂസർ നെയിം ഈസ് എ റിക്വയർഡ് ഫീൽഡ് എന്ന് വന്നു. ഇമെയിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. സോ ASD എന്നുള്ള മാത്രം കൊടുക്കുമ്പോൾ ഇൻവാലിഡ് ഇമെയിൽ ഫോമാറ്റ് എന്നാണ് കിട്ടുന്നത്. @something എന്നുള്ള പോലെ കൊടുത്താൽ മാത്രമാണ് അത് ഇമെയിൽ വാലിഡായി മാറുള്ളൂ. ഓക്കെ, സോ അത് നമ്മൾ കൊടുത്തു. നെക്സ്റ്റ് തിങ് ഈസ് പാസ്വേഡ്. സോ പാസ്വേഡ് എന്നുള്ളത് നമുക്കിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. മിനിമം ആയിട്ടുള്ള പാസ്വേഡിൻ്റെ ക്യാരക്ടേഴ്സ് എന്നുള്ളത് നമുക്കൊരു 6 ക്യാരക്ടേഴ്സ് കൊടുക്കണം. കാരണം മിനിമം 6 ആയിരിക്കണം, മാക്സിമം 16 ആയിരിക്കണം. പാസ്വേഡ് ഈസ് എ റിക്വയർഡ് ഫീൽഡ് എന്നുള്ള പോലെ കൊടുക്കാം. പാസ്വേഡ് ഈസ് എ റിക്വയർഡ് ഫീൽഡ്. അതേപോലെ തന്നെ കൺഫേം പാസ്വേഡ് നമുക്ക് എന്ത് ചെയ്യണം, മിനിമം 6 ആയിരിക്കണം. അതേപോലെ മാക്സിമം 16 ആയിരിക്കണം. ആൻഡ് ദിസ് മസ്റ്റ് മാച്ച്, ലൈക്ക് ആ പാസ്വേഡ് ഈ പാസ്വേഡ് നമുക്ക് മാച്ച് ചെയ്യണം. സോ ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട് കൺഫേം പാസ്വേഡ്. ഫീൽഡ് ഈസ് റിക്വയർഡ് എന്നുള്ള രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ബട്ട് നമുക്കിവിടെ എന്ത് ചെയ്യണം, നമുക്ക് ആ രണ്ടും നമുക്ക് മാച്ച് ചെയ്യിപ്പിക്കണം. സോ എങ്ങനെ മാച്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമുക്കിവിടെ എന്ത് കൊടുക്കണം, 1 ഓഫ് എന്ന് പറയുമ്പോൾ നമ്മൾ 1 ഓഫ് കൊടുത്തിട്ട് 1 ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വാല്യൂ ആണോ ഇതിൽ കിടക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ലൈക്ക് ഇതെപ്പോഴും ട്രൂ ആയിരിക്കണം. ട്രൂ ആണെങ്കിൽ മാത്രമാണ് സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ കേസാണ് ഈ ഇവിടെ വരുന്നത്. 1 ഓഫ് ഇത് ട്രൂ ആയിരിക്കണം. ട്രൂ ആയിരുന്നാൽ മാത്രം ടേംസ് മസ്റ്റ് ബി ആക്സെപ്റ്റഡ്, അല്ലാന്നുണ്ടെങ്കിൽ ടേംസ് മസ്റ്റ് ബി ആക്സെപ്റ്റഡ് എന്നുള്ള രീതിയിൽ വരും. അല്ല അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, 1 ഓഫ് എന്നുള്ളതിൽ നമുക്ക് ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കാം, ഡോട്ട് റെഫറൻസ് ചെയ്യണം. എന്തിനെ, പാസ്വേഡിനെ റെഫറൻസ് ചെയ്യണം. യപ്പിനോട് പറഞ്ഞു. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം, എന്താ പറയാ, പാസ്വേഡ് ഡിഡൻറ്റ് മാച്ച് എന്നോ അല്ലെങ്കിൽ പാസ്വേഡ് മസ്റ്റ് മാച്ച് എന്നോ കൊടുക്കാം. സോ മസ്റ്റ് മാച്ച് എന്നുള്ള പോലെ കൊടുത്തു. ഓക്കെ, സോ ഇനി നമുക്കൊന്ന് നോക്കി നോക്കാം എന്താണ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. ഞാനൊന്ന് റീഫ്രഷ് ചെയ്യാണ്. ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്, അത് നമുക്ക് ഇപ്പം തന്നെ ഫിക്സ് ചെയ്യാം. സോ Ctrl+F അമർത്തിയാൽ എന്നിട്ട് ഞാൻ പറഞ്ഞു ക്ലാസ് ആണത്. സോ ക്ലാസ് എന്നുള്ള താഴെ പോയിട്ട് ക്ലാസ് നെയിം എന്നുള്ള പോലെ കൊടുത്തു. ദാറ്റ്സ് ഓൾ. ഇത് മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ക്ലാസ് നെയിമിൻ്റെ കൂടെയും അത് മാർക്കായി വരും. ഞാൻ കാണിച്ചു തരാം എന്താണ് ഉണ്ടാവുന്നത്. ഞാൻ ഇപ്പോൾ ക്ലാസ് എന്നുള്ള രീതിയിൽ കൊടുത്തേ ഈ ക്ലാസ് നെയിമും സെലക്ട് ആവും. എന്നിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാൻ കൊടുത്തേ ക്ലാസ് നെയിം എന്നുള്ള രീതിയിൽ വരും. സോ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഈ AB എന്നുള്ളത് കൊടുക്കണം. അപ്പോൾ ഈ ക്ലാസ് എന്നുള്ളതും ഒറ്റയ്ക്കായിട്ടുള്ളത് ഏതാണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യും. അതിപ്പോൾ നോ റിസൾട്ടാണ്.
അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് എന്നുള്ള രീതിയിൽ കൊടുത്തേ അതെ ഇപ്പോൾ 1 റിസൾട്ട് കാണിച്ചു. അതിൻ്റെ കൂടെ എന്ത് വന്നാലും അത് സെലക്ട് ആവില്ല. അത് ആ ക്ലാസ് എന്നുള്ളത് മാത്രം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ക്ലാസ് നെയിമിലോട്ട് മാറ്റണം. അതിനാണ് നമുക്ക് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ആ ഒരു എറർ ഫിക്സ് ചെയ്തു. സോ if I refresh this page there is no error now. സോ ഫസ്റ്റ് നെയിം നമുക്ക് കൊടുക്കാം, മിനിമം 3 ക്യാരക്ടേഴ്സ് ഈസ് റിക്വയർഡ് എന്നുള്ളത് പോലെ വന്നു. ലാസ്റ്റ് നെയിം ഓൾറെഡി ഫൈൻ ആണ്. യൂസർ നെയിം ഈസ് എ റിക്വയർഡ് ഫീൽഡ്, മിനിമം 4 ക്യാരക്ടേഴ്സ് ഈസ് റിക്വയർഡ് എന്ന് പറഞ്ഞു വന്നു. ഇമെയിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റില്ല, സംതിങ് കൊടുക്കണം. ആൻഡ് പാസ്വേഡ് നമ്മൾ ഇപ്പോൾ ഒരു 1 2 3 4 എന്ന് പറഞ്ഞു കൊടുത്തേ മിനിമം 6 ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു വന്നു. 1 2 3 എന്നുള്ള പോലെ കൊടുത്തപ്പോഴും 6 ക്യാരക്ടേഴ്സ് എന്നുള്ള വന്നു. 4 5 6 എന്നുള്ള പോലെ വന്നു. ഞാൻ 4 5 7 എന്ന് പറഞ്ഞു കൊടുത്താൽ പാസ്വേഡ് മസ്റ്റ് മാച്ച് എന്നുള്ള രീതിയിൽ വന്നു. 7 മാറ്റിയിട്ട് 6 ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് അഗ്രീഡ്. ആൻഡ് ദെൻ ഇത് അഗ്രി ചെയ്യണം. സി it's all looking good now. So we have fixed this part and this part, password part and confirm password part എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ യൂസർ നെയിം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണോ, നമ്മുടെ ബാക്ക് ആൻഡ് സെർവറിൽ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. സോ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാം. എന്നിട്ട് ബാക്ക് എൻഡിൽ കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട്. സോ ആസ് വി നോ ഇങ്ങനെയാണ് നമ്മുടെ ഫോം കിടക്കുന്നത്. ഞാനിതൊന്ന് ഗ്യാപ്പിട്ട് വെച്ച് തരാം. ഇങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ റിക്വയർഡ് ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ യൂസർ നെയിം ആസ് വെൽ ആസ് ദ ഇമെയിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും ചെക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ യൂസർ നെയിമും ഇമെയിലും ചെക്ക് ചെയ്യുന്നത്. സോ ഈ യൂസർ നെയിമും ഇമെയിലും ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ ചെക്ക് ചെയ്യേണ്ട, ലൈക്ക് യൂസർ നെയിം മാത്രം നമുക്ക് ചെക്ക് ചെയ്യാം. സോ യൂസർ നെയിം വെച്ചിട്ടാണല്ലോ നമ്മൾ ലോഗിൻ ചെയ്യണം, ഇമെയിൽ വെച്ചിട്ടല്ല ലോഗിൻ ചെയ്യണം. സോ യൂസർ നെയിം വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് യൂസർ നെയിം നമുക്ക് ചെക്ക് ചെയ്യിപ്പിക്കണം. സോ എങ്ങനെ ചെക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. സോ ഞാനിവിടെ ലാസ്റ്റ് ഇതിൻ്റെ റിക്വയർഡ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ അല്ലെങ്കിൽ എവിടെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ ടെസ്റ്റ് എന്നുള്ള ഒരു ഇത് വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ടെസ്റ്റിൽ നമുക്കറിയാം ലൈക്ക് യു ക്യാൻ സീ ഓൺ ദെയർ ലൈക്ക് ഓപ്ഷൻസ് യപ്പ് ടെസ്റ്റ് കോൺഫിഗറേഷൻ സ്ട്രിങ് യപ്പ് എനി ഒബ്ജക്റ്റ് എന്നുള്ളത് പോലെ സംതിങ് കാണിക്കുന്നുണ്ട്. നമുക്ക് വേറൊന്നുമല്ല ഇവിടെ പാസ് ചെയ്യേണ്ടത്. നമുക്കിവിടെ ഒന്നാമത് വേണ്ടതെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ വേണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ട്രൂ ആണെങ്കിലുള്ള വാല്യൂ ആണ് ഇവിടെ പ്രിന്റ് ചെയ്യണത്. യുണീക്ക് യൂസർ നെയിം എന്നുള്ള പോലെ ഞാൻ കൊടുത്തു. ബട്ട് നമുക്ക് ഇതിവിടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. താഴെ നമുക്ക് ഇവിടെ കൊടുത്തത് അല്ല എറർ ആണെങ്കിൽ യൂസർ നെയിം ഇൻ യൂസ്, യൂസർ നെയിം ഓൾറെഡി ഇൻ യൂസ് എന്നുള്ള രീതിയിൽ ഞാൻ വന്നു. എന്നിട്ട് ഞാനെന്ത് പറയുകയാണെന്ന് ലൈക്ക് ഒരു കോമ കൊടുത്തു. ഒരു കോമ കൊടുത്തിട്ട് ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഫംഗ്ഷനിൽ നമുക്കൊരു വാല്യൂ പാസ് ചെയ്യും. സോ ഫംഗ്ഷൻ അതിലേക്ക് ഒരു വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്. ആ വാല്യൂ എന്നുള്ളത് നമ്മളുടെ ഇപ്പോഴത്തെ നമ്മൾ എന്താണ് കൊടുക്കുന്നത് ആ വാല്യൂ ആണ് അവിടേക്ക് പാസ്സായി പോവുക. എന്നിട്ട് ഞാനൊരു കേളി ബ്രേസസ് തുറക്കുകയാണ്. ഓക്കെ, സോ കേളി ബ്രേസ് തുറന്നിട്ട് ഞാൻ ന്യൂ ലൈനിലേക്ക് വരികയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞത് റിട്ടേൺ ചെയ്യാണ്. റിട്ടേൺ എന്താ ന്യൂ, ഒരു പുതിയ പ്രോമിസ് ആണ് ഞാൻ റിട്ടേൺ ചെയ്യുന്നത്. റിട്ടേൺ ചെയ്യണത് പ്രോമിസ് എന്ന് പറയുമ്പോൾ അതിനൊരു റിസോൾവ് ഉണ്ടാവും. അതുപോലെ റിസോൾവ് കോമ റിജക്റ്റ് ഇങ്ങനെ 2 ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതെന്നുള്ളത് ഒരു ആരോ ഫംഗ്ഷനാണ്. ഓക്കെ, ഒരു റിസോൾവ് ഉണ്ടാവും, ഒരു റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, ഈ റിസോൾവും റിജക്റ്റ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് സെറ്റ് ചെയ്യണം. സോ സെറ്റ് റിസോൾവ് ആണെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം റിസോൾവ് ആയി, സെറ്റ് റിജക്റ്റ് ആണെങ്കിൽ സെറ്റ് റിജക്റ്റ് ആയി മാറി, അത്രയേ ഉള്ളൂ. സോ നമുക്ക് ഇവിടെ ആയിരിക്കും നമ്മളുടെ ബാക്ക് എൻഡിലോട്ട് പോയിട്ട് ചെക്ക് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുള്ളത്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫെച്ച് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. ഫെച്ച്. ഓക്കെ, ഫെച്ച് ചെയ്യേണ്ടത് എവിടേക്കാണ് ഫെച്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമുക്ക് ലോഗിൻ പേജിൽ നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു ഗോ ടു login.js പോയി നമുക്കിവിടെ ഈ ഫെച്ച് എന്നുള്ളൊരു കമാൻഡും അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു കാര്യങ്ങൾ മൊത്തം നമുക്ക് എടുക്കാം തിരിച്ച്. സോ ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് എന്ത് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കൊടുക്കുകയാണ്. സോ if I paste here localhost 5000 ലോഗിനിലോട്ടാണ് പോകുന്നത്. നമുക്ക് ലോഗിനിലല്ല വേണ്ടത്, നമുക്ക് യൂസർ വാലിഡേഷൻ ആണ് നമുക്ക് വേണ്ടത്. സോ ഞാൻ പറയുകയാണ് യൂസർ വാലിഡേഷൻ എന്നുള്ള പോലെ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം, ബാക്ക് എൻഡിൽ പോയിട്ട് ക്രിയേറ്റ് ചെയ്യണം.
പോസ്റ്റാണ് മെത്തേഡ് എന്നുള്ള രീതിയിൽ കൊടുത്തു. ദാറ്റ്സ് ഫൈൻ. ആൻഡ് നമുക്കിവിടെ ഒരു ബോഡി പാസ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ബോഡി പാസ് ചെയ്യണതാണ് നമുക്ക് നോക്കണം. സോ നമ്മൾ ജേസൺ സ്ട്രിംഗ് ഫയൽ യൂസർ ക്രെഡൻഷ്യൽസ് നമ്മൾ നേരത്തെ നമ്മൾ ലോഗിനിൽ ചെയ്തിട്ടുള്ള ഒരു യൂസ് സ്റ്റേറ്റ് മെത്തേഡാണ് അത്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ അതിൻ്റെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡാറ്റ വരും, കാര്യങ്ങൾ വരും. സോ നമുക്കിവിടെ സ്ട്രിംഗിഫൈ ചെയ്യുന്നുണ്ട്. സ്ട്രിംഗിഫൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജേസൺ ഡാറ്റയാണ് നമ്മൾ സെൻഡ് ചെയ്യാം. സോ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇതൊരു യൂസർ നെയിമാണ്. ആ യൂസർ നെയിമിൻ്റെ വാല്യൂ എന്നുള്ളത് എന്താ, നമുക്കിവിടെ ആ ഫംഗ്ഷനിലേക്ക് വരുന്ന ആ വാല്യൂ ആണ് നമ്മളുടെ ആ യൂസർ നെയിമിൻ്റെ വാല്യൂ. സോ നമ്മളിപ്പോൾ ഇവിടെ യൂസർ നെയിം ഓരോ വട്ടം കൊടുക്കുമ്പോൾ ആ യൂസർ നെയിമിൻ്റെ വാല്യൂ ഇവിടെ വരും. ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ബോഡി ആയിട്ട് നമ്മുടെ ആ ഒരു API-യിലേക്ക് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ API-യുടെ ഡേറ്റ ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് resolve.data എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എറർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസോൾ ലോഗ് ചെയ്യാം. സോ console.log എറർ, എന്താണ് എറർ വന്നത് നമുക്കിവിടെ കൺസോൾ ലോഗ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് സെറ്റാണ്. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പം നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, ലൈക്ക് നമ്മൾ ഓരോ വട്ടം ടൈപ്പ് ചെയ്യുമ്പോഴും യൂസർ നെയിം പോയിട്ട് ചെക്ക് ചെയ്ത് വരും, ഓരോ തവണ ടൈപ്പ് ചെയ്യുമ്പോഴും അങ്ങനെ ചെക്ക് ചെയ്ത് വരും. ഇല്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് അങ്ങനെ നമുക്ക് വേണ്ട, അങ്ങനെ നമുക്ക് ആ ഓരോ തവണ ചെയ്യുമ്പോഴും യൂസർ നെയിം പോയിട്ട് ചെക്ക് ചെയ്തിട്ട് വരണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോമിക്കിലാണല്ലോ നമ്മൾ എല്ലാം ചെയ്യുന്നത്. സോ ഫോമിക്കിൽ നമുക്ക് വാലിഡേറ്റ് ഓൺ ചേഞ്ച് എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോൾസ് ആയിട്ട് കൊടുക്കാം. സോ ഐ സെറ്റ് ദാറ്റ് ടു ഫോൾസ്. ഓരോ വട്ടം ചേഞ്ച് ചെയ്യുമ്പോഴും പോയി വാലിഡേറ്റ് ചെയ്യുന്നത് ഞാൻ ഫോൾസ് ആക്കി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ നിലവിൽ ഒന്ന് റീഫ്രഷ് ചെയ്യട്ടെ. സോ നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ ഇങ്ങനെ കൊടുത്തേർന്നപ്പോഴേക്കും കുറേ എറേഴ്സ് ഇങ്ങനെ പോപ്പ് ചെയ്ത് വരികയായിരുന്നു. ഇനി നമുക്ക് സബ്മിറ്റ് ഫോം ചെയ്യുമ്പോൾ മാത്രമാണ് ആ എറർ നമുക്ക് വരുന്നുള്ളൂ. സോ യൂസർ നെയിം ഈസ് റിക്വയർഡ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. എന്നിട്ട് ഞാൻ പറയുകയാണ്, സബ്മിറ്റ് ഫോം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്നും വരുന്നില്ല. ബട്ട് യു ക്യാൻ സീ ഹിയർ ടൈപ്പ് എറർ ഫെയിൽ ടു ഫെച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് സെർവർ ഫെച്ച് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് കിട്ടി. നൗ വി ക്യാൻ ജസ്റ്റ് ഫോക്കസ് ഓൺ ഹൗ ദ സെർവർ ഈസ് വർക്കിംഗ്. സോ നമുക്കിവിടെ കൊടുക്കാം ലൈക്ക് നമുക്ക് സെർവറിലോട്ട് പോകാം. സോ index.js ആണ് നമ്മുടെ സെർവർ. സോ നമ്മുടെ സെർവറിൽ നമ്മൾ ലോഗിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാനിവിടെ ബ്ലോക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു യൂസർ നെയിം വാലിഡേഷൻ, കാരണം നമ്മൾ അതായിരുന്നു നമ്മളിവിടെ സെർവർ റിക്വസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, യൂസർ നെയിം വാലിഡേഷൻ. ആ ഒരു കാര്യം തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാനിവിടെ ഈ ഒരു index.jsൽ നമുക്ക് അത് കൊടുത്തു, യൂസർ വാലിഡേഷൻ. സോ യൂസർ നെയിം വേണ്ട, യൂസർ നെയിം തന്നെ കൊടുക്കാം. സോ ഇറ്റ്സ് എ യൂസർ നെയിം റൈറ്റ്. സോ ഇറ്റ്സ് നോട്ട് എ യൂസർ നെയിം ആണ് എന്നുള്ള രീതിയിൽ ഞാൻ കൊടുത്തു. സോ മെത്തേഡ് പോസ്റ്റ് ആണെന്ന് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും. ഇത് നമ്മുടെ സൈനപ്പിലാണ്. അതേപോലെ index.jsൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ യൂസർ നെയിം കോൺസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ബോഡിയിൽ നിന്ന് യൂസർ നെയിം കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. എന്നിട്ട് നമ്മൾ എന്ത് പറയുകയാണ്, യൂസർ നെയിം എന്നുള്ള യൂസർ നെയിം നമ്മുടെ MongoDB-യിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയാണ്. സോ നമുക്ക് ഓൾറെഡി അറിയാം നമുക്ക് ആ യൂസർ നെയിം ഇല്ല. അത് കാരണം കൊണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് അത് ഫോൾസ് പ്രിൻറ്റ് ചെയ്യും, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൂ പ്രിൻറ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് ഹൗ വി ആർ ഡൂയിങ്. സോ നമുക്ക് ഇപ്പോൾ ആ സെർവർ റൺ ചെയ്യിപ്പിക്കാം. സോ നമ്മളിപ്പോൾ സെർവർ റൺ ചെയ്യിപ്പിച്ചിട്ടില്ല. സോ നമ്മളിവിടെ നോഡ് index.js എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റഡ് ടു MongoDB എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് കിട്ടി. സോ ദാറ്റ് ഈസ് കണക്റ്റഡ്. സോ നൗ ഇഫ് യു റീഫ്രഷ് ദ പേജ് ആൻഡ് ഇഫ് ഐ സേ സംതിങ് if I click submit, it is taken. So it is അത് വർക്കിംഗ് ആണ്, അത് ടേക്കൺ ചെയ്തു എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ആ ടേക്കൺ ചെയ്തു നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ലൈക്ക് നമുക്കൊരു ഒരു ഐഡിയ ലൈക്ക് അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരും. ഞാൻ കാണിച്ചു തരാം. സോ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. സോ മിസ്റ്റർ മല്ലു പ്രോഗ്രാമർ എന്നുള്ള രീതിയിൽ ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്തപ്പോൾ യൂസർ നെയിം ഓൾറെഡി ഇൻ യൂസ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടി. സോ മിസ്റ്റർ മല്ലു പ്രോഗ്രാമർ എന്നുള്ളത് ഓൾറെഡി നമ്മുടെ ഡേറ്റാബേസിൻ്റെ അകത്ത് ഉള്ള ഒരു യൂസർ നെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇഷ്യൂ നമുക്ക് കിട്ടി. ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് നമുക്ക് ഒരു വാലിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രീൻ കളർ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം. സോ അത് വേറെ ഒന്നും ചെയ്യേണ്ട. ലൈക്ക് നമ്മളിവിടെ താഴെ വരിക, ഈസ് ഇൻവാലിഡിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഈസ് വാലിഡ് ആണെങ്കിൽ ടച്ച് ഡോട്ട് നമുക്ക് എന്ത് പറയാം ലൈക്ക് നമ്മുടെ യൂസർ നെയിം ടച്ച് ചെയ്തിട്ടുണ്ടോ, ലൈക്ക് നമ്മൾ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. യൂസർ നെയിമിൽ ഒരു എററും ഇല്ലേ എന്ന് നമുക്ക് കൂടി ചെക്ക് ചെയ്യാം. സോ എറർ ഒന്നുമില്ല എന്നുള്ള പോലെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫീഡ്ബാക്ക് കൊടുക്കാം. സോ ദ ഫീഡ്ബാക്ക് മസ്റ്റ് ബി ലൈക്ക് ദിസ്. സോ ഇതൊരു ലുക്സ് ഗുഡ് എന്നുള്ള ഒരു ഫീഡ്ബാക്ക് ആണ്.
വാലിഡ് എന്നുള്ള പോലെ കൊടുക്കാം. സോ യൂസർ നെയിം വാലിഡ് എന്നുള്ള രീതിയിൽ ഞാൻ കൊടുത്തു. സോ ഇനി ഞാൻ ഇവിടേക്ക് വന്നിട്ട് നോക്കുകയാണ്, ലൈക്ക് ഇവിടെ ഒരു എ കൂടി കൊടുത്താൽ നമുക്ക് യൂസർ വാലിഡായി കിട്ടി. യൂസർ നെയിം വാലിഡ് എന്നുള്ളൊരു മെസ്സേജും വന്നു, ആ ടിക്കും വന്നു, എല്ലാ കാര്യങ്ങളും വന്നു. സോ ദാറ്റ് ഈസ് ഡൺ.